തിരുവനന്തപുരത്ത് സുനാമി ഫണ്ടിൽ നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ. അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചു നൽകിയ വീടുകളാണ് വാസയോഗ്യമല്ലാതായത്. ഇതോടെ 280ഓളം കുടുംബങ്ങളാണ് ദുരിതക്കയത്തിലായത്. കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ് കുട്ടികൾക്കടക്കം പരിക്കുപറ്റി. മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്നുണ്ട്. അശാസ്ത്രീയമായി സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിച്ചത് കാരണം മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പരാതി. 2011-ൽ 97 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചു നൽകിയത്. ദൃശ്യങ്ങളുണ്ട്, കാണാം. ഈ പ്രതിസന്ധിയിലെത്തിയാണ് ഏകദേശം ഒരു 6-7 വർഷമായി. വീട് വെച്ചിട്ട് 15 വർഷമായി. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുക. ഒന്നും ബാക്കിയില്ല. മഴ പെയ്ത കുത്തിയിരിക്കാൻ പോലും സ്ഥലമില്ല. പല മെമ്പർമാരും നോക്കി, പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറും നോക്കി, പിന്നെ കേന്ദ്രമന്ത്രി ഈ മുരളി വരമ്പം നോക്കിയായിരുന്നു. എന്നിട്ട് അവരെ പറഞ്ഞ് ഉടനെ നടക്കും എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. ഇനി അടുത്ത മഴയ്ക്ക് എന്തരാണെന്നുള്ളത് അറിയാൻ പറ്റില്ല. അത് പൊടിഞ്ഞൊടിഞ്ഞ് വീഴുന്നു. ആരെ രാത്രി ആകുമ്പോൾ മഴ എല്ലാം വീഴുകയാണെങ്കിൽ എത്തന്നെ ആൾ രാത്രി രാവടം കൊണ്ട് വെള്ളം ടാങ്കെല്ലാം ഇരിക്കുന്ന സ്ഥലത്തെല്ലാം മുകളിൽ പണലും ഇത് പൊടി മണ്ണാണ്ടാ മോനെ, അതേ കണക്ക് പൊടിഞ്ഞിറങ്ങുന്നു. ഈ 98 വീടുണ്ടല്ലോ മോനെ, അതെല്ലാം ഇല്ലാതെപ്പെട്ട് കിടക്കുകയല്ലേ. പണ്ടത്തെ 2,82,000 രൂപയ്ക്ക് വീടാണ്. അപ്പം നിങ്ങളിപ്പോൾ 10 ലക്ഷത്തിൻ്റെ പദ്ധതി കൊടുത്തല്ലേ. അപ്പം ഞങ്ങൾക്കും കൂടെ അത് അനുസരിച്ച് അതിൻ്റെ പകുതിയെങ്കിലും തരും. എന്നാൽ ഞങ്ങളൊരുവിധം പിടിച്ചു പറ്റി നിൽക്കുമല്ലേ. ന്യായമായൊരു ആവശ്യമാണ് അരുൺ സോളമൻ അവർ ഉന്നയിച്ചിരിക്കുന്നത്. സുനാമി ബാധിതരായ മനുഷ്യരാണ്. വയനാട് പുനരധിവാസത്തിന് സർക്കാർ പാക്കേജുകൾ കൊടുക്കുമ്പോൾ നമ്മൾ 2011-ൽ നിർമ്മിച്ചു നൽകിയ വീടുകളുടെ അവസ്ഥ കാണിക്കുന്നത് തന്നെ മൊത്തത്തിലൊരു നാണക്കേടാണ്. സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ശരി, സംവിധാനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ശരി. 2011-ലാണ് ഈ വാസയോഗ്യമല്ലാത്ത വീടുകളായി മാറിയ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത്. അന്ന് കൊടുക്കുന്ന സമയത്ത് പുതുപുത്തനാണ് ഇട്ടിരുന്നു. പക്ഷേ താമസിച്ച് തുടങ്ങിയപ്പോഴാണ്, അനുഭവം വന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് വേണ്ടത്ര സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. മുകളിൽ നിന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ പൊളിഞ്ഞ ഈ പാവപ്പെട്ട അച്ഛൻ്റെ അമ്മമാരുടെയൊക്കെ തലയിൽ വീഴാവുന്ന അവസ്ഥയിലാണ്. നമ്മളവിടെ പോയി കാണുന്ന സമയത്ത് അരുൺ സോളമൻ വളരെ ദയനീയമായ അവസ്ഥയിലല്ലേ ആ വീടുകൾ. അവർക്ക് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായം അനുവദിച്ച ആ വീടുകളൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം, അല്ലേ അരുൺ? സംശയമില്ല അരുൺ. കാരണം നമ്മളവിടെ കണ്ടത് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം 2011-ൽ 2,82,000 രൂപ ചിലവാക്കിയാണ് ഒരു വീടിന് സംസ്ഥാന സർക്കാർ അന്ന് ഈ സുനാമി ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകിയത്. 97 വീടുകളിലായിട്ട് 280 കുടുംബങ്ങളാണ് അവിടെ കഴിയുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നം 5 വർഷങ്ങൾ, അതായത് 2011-ന് ശേഷം 2016 ആയപ്പോൾ തന്നെ അവരുടെ വീടുകളുടെ ഈ മേൽക്കൂരകളിലെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴാനായിട്ട് തുടങ്ങി. അതിനെ തുടർന്ന് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്കൊക്കെ പരിക്കുകൾ പറ്റിയിരുന്നു. ഇതിൽ തന്നെ വളരെ ചില മനുഷ്യരൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം അവരുടെയൊക്കെ പരിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലുകളൊക്കെ പൊട്ടിയ അവസ്ഥകളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ ആർക്കും അറിയില്ല. പല ജനപ്രതിനിധികളോടും പഞ്ചായത്തുകളോടൊക്കെ പറഞ്ഞപ്പോൾ പലരും ഒഴിഞ്ഞു മാറിയ ഒരു അവസ്ഥയാണ്. കാരണം സുനാമി ബാധിതർക്ക് നൽകിയ ഫണ്ടാണ്. അതിൽ ഇനി ഫിഷറീസ് വകുപ്പ് ഇടപെട്ടാൽ മാത്രമേ ഒരു പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് പല പഞ്ചായത്ത് അധികൃതരും മെമ്പർമാരൊക്കെ ഒഴിഞ്ഞു മാറുന്നതല്ലാതെ ഇതുവരെ അവർക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. നിലവിൽ തലസ്ഥാനത്ത് ഈ ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ തന്നെ ഈ ജില്ലയിൽ തന്നെ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 200 കുടുംബങ്ങൾക്ക് ഇപ്പോൾ നഷ്ടപരിഹാരമായിട്ടൊരു മെയിൻ്റനൻസ് തുക അനുവദിച്ചുവെങ്കിലും അഞ്ചുതെങ്ങിൽ പലർക്കും അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ 97 കുടുംബങ്ങളിൽ 30ഓളം പേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അവരത് വാങ്ങാൻ തയ്യാറായിട്ടില്ല. കാരണം 50,000 രൂപയോ 1 ലക്ഷം രൂപയോ കൊടുത്താൽ മതിയാകുന്നതല്ല അവരുടെ വീടുകളുടെ മെയിൻ്റനൻസ് പണികൾ തീർക്കാൻ കഴിയില്ല. കാരണം അതിൽ സിമന്റ് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം പല വീടുകളുടെയും മേൽക്കൂരുകൾ പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ഇനിയുള്ള അടുത്തൊരു മഴക്കാലം വരുന്നതിന് മുൻപ് ഇപ്പോൾ ടാർപോളിനും ഷീറ്റുകളൊക്കെ വലിച്ച് ഈ കോൺക്രീറ്റ് വീടുകളുടെ മുകളിലാണ് ഇത് വലിച്ചു കെട്ടിയിരിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച. അതൊരു ഓടിട്ട വീടോ ഷീറ്റിട്ടോ വീടോ അല്ല, സർക്കാർ നൽകിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് വീടാണ്. ആ കോൺക്രീറ്റ് വീടിന്റെ മേൽക്കൂരയാണ് ഈ തരത്തിൽ ഇടിഞ്ഞു വീഴുമ്പോൾ വളരെ ഭയത്തോടു കൂടിയാണ് ആ വീടുകളിൽ കഴിയുന്നത്.